ഹലോ ആസ്പിരൻസ്, ഇംഗ്ലീഷിൽ മെയിൻസിനും PO പ്രിലിംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വേർഡ് യൂസേജ്. അതായത് പ്രിലിംസിൽ PO സെഷനിൽ 3 ചോദ്യങ്ങൾ വരെ വേർഡ് യൂസേജിൽ നിന്നുണ്ടാവാറുണ്ട്. മെയിൻസ് ആകുമ്പോൾ PO ആയാലും ക്ലർക്ക് ആയാലും 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് വേർഡ് യൂസേജിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ വേർഡ് യൂസേജിന്റെ പാറ്റേൺസ് ഏതൊക്കെ പാറ്റേൺസിലാണ് വേർഡ് യൂസേജ് എന്ന ക്വസ്റ്റ്യൻ വരുന്നത്, അത് ക്രാക്ക് ചെയ്യാൻ, അത് ടാക്കിൾ ചെയ്യാൻ എന്തെങ്കിലും ടെക്നിക് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വേർഡ് യൂസേജിന് 3 പാറ്റേൺ ഉണ്ട്. ദ ഫസ്റ്റ് പാറ്റേൺ ഇസ്, നിങ്ങൾക്കൊരു വേർഡ് തന്നിട്ടുണ്ടാവും. ആ വേർഡിന് താഴെ 3 സെന്റൻസ് ഉണ്ടാവും. ഈ 3 സെന്റൻസിലും ആ വേർഡ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ആ ഇൻക്ലൂഡ് ചെയ്ത വേർഡിന്റെ മീനിങ് ആൻഡ് ഗ്രാമാറ്റിക്കൽ എലമെന്റ് ആ സെന്റൻസുമായി വളരെ ആപ്റ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹാങ്കറിംഗ് എന്ന വേർഡ്, ആ വേർഡ് വെച്ച് വരുന്ന 3 സെന്റൻസിലും ആ വേർഡ് വളരെ ആപ്റ്റ് ആയിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വേർഡ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ എന്നറിയാൻ ആ വേർഡിന്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ വേർഡ് ഒരു നൗൺ ആണോ അഡ്ജക്റ്റീവ് ആണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ആ വേർഡിന്റെ കറക്റ്റ് യൂസേജ് ഉള്ള സെന്റൻസുകളെ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനായി സാധിക്കൂ. സോ ഇവിടെയാണ് വൊക്കാബ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ദ സെക്കൻഡ് പാറ്റേൺ, ഓൾറെഡി നിങ്ങൾക്കൊരു വേർഡ് തന്നിട്ടുണ്ടാവും, വീണ്ടും 3 സെന്റൻസുകൾ. ഈ 3 സെന്റൻസുകളുടെ ഇടയിൽ ഈ വേർഡ് കൊടുക്കാൻ പറ്റിയ 3 ബ്ലാങ്ക് സ്പേസുകളും ഉണ്ടാവും. ഈ ബ്ലാങ്ക് സ്പേസിലേക്ക് ഈ വേർഡ് ആഡ് ചെയ്താൽ ആ സെന്റൻസിന്റെ മീനിങ് കറക്റ്റ് ആയിരിക്കുമോ, അതിന്റെ ഗ്രാമർ സ്ട്രക്ചർ കറക്റ്റ് ആവുമോ എന്ന് നിങ്ങൾ അറിയാം. അങ്ങനെ വരുന്ന സെന്റൻസുകളെ മാത്രം ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാം. ആൻഡ് ദ തേർഡ് പാറ്റേൺ ഇസ്, ഇതുപോലെ 2 സെന്റൻസുകളും 2 ബ്ലാങ്ക് സ്പേസുകളും ഉണ്ടായിരിക്കും, പക്ഷെ ഓപ്ഷൻ 4 വാക്കുകളായിരിക്കും. സോ ഈ 4 വാക്കുകളിൽ ഏതൊക്കെ ഈ സെന്റൻസിലേക്ക് കൊടുക്കാൻ പറ്റും എന്നറിയാൻ അവർ ഗ്രാമാറ്റിക്കലി ആൻഡ് മീനിങ് സെന്റൻസുമായി യോജിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ നമുക്കൊരു ടെക്നിക് ഉണ്ട്, ഒരു സിമ്പിൾ ടെക്നിക്. സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കാം. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് വേർഡിന്റെ യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വേർഡിന്റെ യൂസ്. സോ തന്നിരിക്കുന്ന സെന്റൻസുകൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയുക. ഒപ്പം തന്നിരിക്കുന്ന വാക്കുകളിൽ പോസിറ്റീവ് വേർഡ്സ് ഏതൊക്കെ, നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെ എന്നറിയാം. സോ തേർഡ് പാറ്റേണിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലാവുക, അല്ലെങ്കിൽ വേർഡ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് മനസ്സിലാവാന്ന് ഈ സെന്റൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ they live in Vasantapuram, a city ravaged by the dash of unemployment. ഈ സെന്റൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ സെന്റൻസിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന വാക്കുണ്ട്. ദാറ്റ് ഇസ് എ നെഗറ്റീവ് വേർഡ്. നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ സെന്റൻസിൽ വേണ്ടതും ഒരു നെഗറ്റീവ് വേർഡ് ആയിരിക്കും. സോ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്: ബ്രെവിറ്റി, അംബീഷ്യസ്, സ്കേർജ് ആൻഡ് ഡെമോളിഷൻ. ഇതിൽ ബ്രെവിറ്റി എന്ന് വെച്ചാൽ കൺസൈസ് എന്നാണ് അർത്ഥം. അംബീഷ്യസ് എന്ന് വെച്ചാൽ എ സ്ട്രോങ് ഡിസയർ. സ്കേർജ് എന്ന് പറയുമ്പോൾ ദ വേർഡ് മീൻസ് കോസ് സഫറിംഗ് ആൻഡ് ഡെമോളിഷൻ ഈസ് ടു ഡിസ്ട്രോയ്. സോ ഈ 4 വാക്കുകളിൽ ആദ്യത്തെ 2 പോസിറ്റീവും രണ്ടാമത്തെ 2 നെഗറ്റീവുമാണ്. സോ ആദ്യത്തെ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. രണ്ടാമത്തെ വർക്കുകൾ നെഗറ്റീവ് ആയിട്ടുള്ള ഡിമോളിഷൻ ആൻഡ് സ്കേർജിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഡിമോളിഷൻ, ഡിസ്ട്രോയ് ചെയ്യുക എന്ന വാക്ക് ആ സെന്റൻസിൽ ആപ്റ്റ് ആണോ? They live in Vasantapuram, a city ravaged by the demolition of unemployment എന്ന് പറയുമോ? ഇല്ല. മറിച്ച് സ്കേർജ്, കോസ് ഓഫ് സഫറിംഗ് ആണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ സ്കേർജ് ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ഇങ്ങനെ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കിയും വേർഡ്സ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കിയും നമുക്ക് ഒരു പാറ്റേൺ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതുപോലുള്ള ട്രിക്സും ടെക്നിക്സും പഠിച്ചുകൊണ്ട് ബാങ്ക് എക്സാമിലെ ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.